കോമഡി മൂവി നൈസ് വെരി നൈസ് സ്പായ്ക്കുള്ളിൽ വെച്ചിട്ട് പുള്ളി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. യാ നൈസ് മൂവി എല്ലാം ടോട്ടലി നൈസ് വെരി കോമഡി ഇതൊരു സർട്ടിഫിക്കറ്റ് പടമാണെങ്കിലും കോമഡി ബേസ് ചെയ്തിട്ടാണ്. കോമഡി ബേസ് ചെയ്തിട്ടാണ്. നല്ലായിരുന്നു. ഹ്യൂമറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലി? നല്ലായിരുന്നു, അടിപൊളി, ടോട്ടലി എങ്ങനെയുണ്ട് പുള്ളിയുടെ വർക്കിംഗ് കഴിഞ്ഞത്? നല്ലതായിട്ടുണ്ട്. സൂപ്പർ പടമായിരുന്നു. ഇഷ്ടപ്പെട്ട ഊമറായിരുന്നു. നല്ല ഇറ്റ് വാസ് ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. ഡിഫറെന്റ് അപ്രോച്ച് ആണല്ലേ? അതെ അതെ, വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് യു സീ ഫ്രം അതർ ഫിലിംസ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലുള്ള ഒരു പ്രത്യേകത ഇതിനും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നല്ലായിരുന്നു, നല്ല പടം, എല്ലാവർക്കും ഇഷ്ടാവും. വെരി നൈസ്. ഒരു സ്പാ കൺസെപ്റ്റുമായിട്ട് വന്നിട്ട് നിങ്ങളെ ചിരിപ്പിച്ചോ? അതെ അതെ അതെ, ഇറ്റ്സ് വെരി നൈസ്. യു ഗൈസ് ഓൾ ഷുഡ് വാച്ച് ഇറ്റ്. നൈസാ പടം. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്ഥിരം മൂവി പോലെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് ഡിഫറെൻ്റ് അല്ലേ, പുതിയ കൺസെപ്റ്റ് അല്ലേ, അങ്ങനെ ഒരു ഹ്യൂമർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല ഒരു ഫാസ്റ്റായിട്ട് മൂവ് പോകുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല ഒരു ഫൺ വാച്ച് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കാണണം, ഭയങ്കര ഫണ്ണാണ്. ഫണ്ണായിട്ടിരുന്ന് സോറി നല്ല രസമുണ്ട്, ഫണ്ണായിട്ട് കാണിച്ചിട്ടുണ്ട്. ഐ തിങ്ക് എവറിബഡി ഷുഡ് വാച്ച് ഇറ്റ്. താങ്ക് യു. കോമഡി ഒക്കെ നല്ല വർക്കായിട്ടുണ്ട്. എന്താ പറയാ, പുള്ളിക്കാരന്റെ ഇപ്പൊ ആക്ഷൻ ഹീറോ വിജയ് എടുത്താലും അതിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോമഡി സീക്വൻസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോമഡി സീക്വൻസ് തന്നെയാണ്. പിന്നെ കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് സ്പൈഡർ റെയ്ഡ്, അത് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സ്പാ എന്നുള്ളത് ഇത് കണ്ട, ഇതിപ്പോ ആളുടെ ഇമാജിനേഷനിലെ സ്പാ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചൊരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഒരു 2 മണിക്കൂറിനടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ ചിരിക്കാനുള്ള ഒരു നല്ലൊരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. എന്തായാലും കാണണം. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, കുറേ ചിരിച്ചു. എല്ലാവരുടെയും പെർഫോമൻസസ് വർ ഗ്രേറ്റ് ആൻഡ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് അടിപൊളി സിനിമ. അപ്പം ഇത്രയും ഫണ്ണായിട്ട് എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്ത് ഒരു മലയാളം സിനിമ വന്നിട്ടുണ്ട്. സോ റിയലി എല്ലാവർക്കും ഇതൊരു അൺമിസ്സബിൾ തിയേറ്റർ വാച്ച് ആണെന്ന് ഞാൻ ശരിക്കും വിചാരിക്കുന്നു. ചെറിയ ത്രെഡ് എന്ന് ഞാൻ പറയില്ല, എനിക്ക് തോന്നുന്നു വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു തീം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഒരു നോവൽ കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് സോ ഫ്രഷ്. പിന്നെ ഹ്യൂമർ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. എല്ലാവരും നല്ല അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് ഇസ് വെരി ഗുഡ്, കളേഴ്സ് ആർ വെരി നൈസ്. അപ്പം ആസ് എൻ ഓഡിയൻസ് നമുക്ക് എന്തൊക്കെയാണോ ഒരു സിനിമയിൽ നിന്ന് വേണ്ടത് അതെല്ലാം തരുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയി. എനിക്ക് തോന്നുന്നു അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ റെലവൻസ്. എനിക്ക് ലൈഫായിട്ട് തന്നെ ഒരു പ്രൊമോഷൻ സൈഡ് കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെലവൻസ് കൂടുകയാണ്. പക്ഷെ വളരെ ഒരു ഹ്യൂമർ ആസ്പെക്റ്റിലാണ് അവരെല്ലാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് എല്ലാവരുടെ അടുത്തും കൈ കൊടുത്ത് ഇനിയും മതിയായിട്ടില്ല. അത്ര അടിപൊളിയായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഐ റിയലി എൻജോയ് ദ ഫിലിം.